Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കുഞ്ഞുമാവയുടെ സൗണ്ട് ഒക്കെ കേൾക്കണ്ടല്ലോ അവിടെ. റംസിയയുടെ ആണോ? അതെ. എത്ര വയസ്സായി? മാം 6 മാസം ആവുന്നേ ഉള്ളൂ. അറിയാണോ? 6 മാസം ആവണേ ഉള്ളോ? ഇങ്ങോട്ട് കിടത്തേന് കരയുവാ. അതെ. വേറെ ആരും ഇല്ലേ? അമ്മയൊന്നും ഇല്ലേ? കുട്ടിയുടെ അടുത്തിരിക്കാൻ വേറെ ആരും ഇല്ലേ റംസിയ? ഉണ്ട് മാം. അല്ല, ഞാനിവിടെ ഇരിക്കുന്നോണ്ട് ഇങ്ങോട്ട് കിടത്തിയതാ. സോറി മാം. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടാ. ഓക്കെ മാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഓർക്കണ്ട, ഒരാഴ്ചയായില്ലേ കണ്ടിട്ട്? എവിടെയൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടാവും. ഓക്കെ. നമ്മള് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മള് എവല്യൂഷൻ, ഹോസ്പിറ്റൽ എവല്യൂഷനില് യുനാനി മെഡിസിൻ, അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? അതെ മാം. ഓക്കെ. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ എവല്യൂഷന്റെ 9 സ്റ്റെപ്സ്, അതിനകത്ത് 9ാമത്തെ ഇതിനകത്ത് നമ്മള് ഏതാണ്? അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു യുനാനി മെഡിസിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് തരാം. ആയുർവേദ, അത് രണ്ടും ചെറിയൊരു നോട്ട് തരാന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അതൊന്ന് എഴുതി വെച്ചോ. യുനാനി മെഡിസിൻ. Who is the father of Unani medicine? Hippocrates. താഴെ എഴുതാം ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. ഇനി പറയുന്ന 1-2 പോയിന്റ് ആയിട്ട് നിങ്ങൾ ഡോട്ട് ഇട്ട് എഴുതിയാൽ മതി. ഓരോ പോയിന്റ് ആയിട്ട്. Okay, here you go. System said that Unani system. System said that 4 components. COMPONENTS. 4 components are seen. 4 components are seen in human body. 4 components are seen in human body. അത് ഏതൊക്കെയാണ് കമ്പോണൻസ് എന്നാണ് നമ്മൾ എഴുതുന്നത്? ബ്ലഡ്, കോമിട്ട് എഴുതിക്കോ. ബ്ലഡ്, ഫിലം, PHELGM, ഫിലം. ബ്ലഡ്, PHELGM, കഫം. ഫിലം, PHELGM, കോമ, ബൈൽ, BILE, ബൈൽ. ഒന്നും കൂടി പറയണോ? System said that 4 components are seen. 4 components are seen in human body. System said that 4 components are seen in human body. Blood, രക്തം, blood. Phlegm, PHELGM, phlegm, കഫം, comma, bile, BILE, bile. Black bile, BLACK, black bile, കറുത്ത പിത്തം. നെക്സ്റ്റ് ഡോട്ട് ഇട്ട് എഴുതിക്കോ. The fluctuation എന്ന് പറഞ്ഞാൽ വേരിയേഷൻ വരികയാണെങ്കിൽ ഫ്ലക്ച്വേഷൻ
FLUCTUATIONS, fluctuations. FLUCTUATIONS, fluctuation in its quantity, fluctuations in its quantity and nature, quantity and nature may cause disease, may cause disease, may cause disease. Full stop. Next line എഴുതാം. It is a branch of medical science. It is a branch of medical science. It is a branch of medical science that tries, TRIES, that tries to find out, how a person got, branch of medical science that tries, TRIES, tries to find out how a person got, got affected, AFFECTED, affected with a disease. How a person got affected, AFFECTED, affected with a disease. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. ഇതിപ്പം നെക്സ്റ്റ് ചാപ്റ്റർ ആണോ ഇപ്പൊ നേരത്തെ പഠിപ്പിച്ച ചാപ്റ്ററിന്റെ ബാലൻസ് നോട്ടാണോ മാഡം? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ സെക്കൻഡ് ചാപ്റ്ററിന്റെ നമ്മളെ യുനാനി മെഡിസിൻ എന്താണെന്ന് നോട്ട് എഴുതണയാണ് കേട്ടോ. മാം എനിക്ക് ആ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു തരൂ. ഞാൻ ഇടയ്ക്ക് കട്ടായി പോയി. Okay. The fluctuation in its quantity and nature may cause disease. It is a branch of medical science. It is a branch of medical science that tries, TRIES, tries to find out how a person got, got affected with a disease, and also tries, TRIES, also tries to balance the four things above mentioned. Four things above mentioned. NVNTIONED. എന്താ പറഞ്ഞത് നമ്മള് യുനാനി എന്ന് പറഞ്ഞത്? നാല് തരത്തിലുള്ള കഴിഞ്ഞില്ലേ? And also tries to balance the four things, THINGS, things above ഒരു mentioned. ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. ഈ ബിലി എന്ന് പറഞ്ഞ എന്തോ മാഡം? എവിടെ? ബിലി മറ്റേ ബ്ലഡ് ബൈലാണ്. BILE, ബൈല്. ഓക്കെ. അപ്പൊ നമ്മൾ യുനാനി അനുസരിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 4 ദ്രവങ്ങളാന്ന് പറഞ്ഞു. അതാണ് ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് രോഗം വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ രോഗം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തുന്നു. അതായത് ബ്ലഡിന്റെ അളവ് കൂടിയിട്ടാണോ, രക്തത്തിൽ മറ്റേ പിത്തം കൂടിയിട്ടാണോ, കഫത്തിന്റെ അളവ് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കും. അതിന്റെ ഏറ്റക്കുറിച്ചിലുകളാണ് രോഗം ഉണ്ടാക്കുന്നത്.
അപ്പൊ രോഗം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് ഈ 4 സംഗതികളും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 4 കാര്യങ്ങളും 4 സംഗതികളും ബാലൻസ് അതിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബാലൻസ് ശരിയാക്കാൻ വേണ്ടി ചികിത്സിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒരു വൈദ്യശാസ്ത്രമാണ് ഈ യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഈ 4 കാര്യങ്ങളും സെയിം ആയിരിക്കണം. അപ്പൊ അതിന്റെ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ആണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഡിസീസ് ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞേക്കുന്ന 4 സംഗതികളും ബാലൻസ് ശരിയാക്കുന്നു. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഈ യുനാനി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, എക്സാമിന് യുനാനി എന്താണെന്ന് ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലാവാൻ വേണ്ടി മാത്രം നോട്ട് തന്നതാണ് കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഒന്ന് എഴുതി വെച്ചോ, ആയുർവേദ. ആയുർവേദ ജോയിന്റ് ആയുള്ളൂ. ഞാൻ ഇപ്പൊ ജോയിന്റ് ആയുള്ളൂ. മാം പേര് മാമിന്റെ ആരാണ് പേര്? എന്റെ പേരാണോ ചോദിച്ചത്? ഒരു ചാപ്റ്ററിന്റെ പേര്. എന്റെ പേര് രമ്യ. ഇപ്പൊ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ചെറിയ ചാപ്റ്റർ ആയിരുന്നു ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഭാഗം വരെ എത്തി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 2 കാര്യങ്ങൾ, യുനാനി മെഡിസിന് പറഞ്ഞു, ആയുർവേദവും പറഞ്ഞു. അതിന്റെ നോട്ടാണ് ഞാനിപ്പോ കൊടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 ദിവസം ക്ലാസ്സിൽ ഉണ്ടായില്ല. എന്താ പേര് പറഞ്ഞ മാമിന്റെ? എന്റെ പേര് രമ്യ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിപ്പോ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഹോസ്പിറ്റൽ എന്താണെന്നുള്ളതും ഹിസ്റ്ററി, ഇന്നത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്ന വരെയുള്ള ഹോസ്പിറ്റലിന്റെ ചരിത്രം, ആ 2 ചാപ്റ്റർ നമ്മൾ നോക്കിയത് കേട്ടോ, നോക്കുന്നത്. ജസ്റ്റ് സമയം പോലെ ജസ്റ്റ് ഒന്ന് കാണുക. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവുമല്ലോ ക്ലാസ്, ജസ്റ്റ് സമയം പോലെ ഒന്ന് കയറി കാണുക. നെക്സ്റ്റ് നോക്കാം, നമ്മൾ പറഞ്ഞത് ആയുർവേദയാണ്. അതും കൂടി ഒന്ന് വേഗം എഴുതി വെച്ചോ. ആയുർവേദ. Ayurveda. Who is the father of Ayurveda? Charaka. Charaka. Ayurveda. ഇതും ഒരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. It is a natural system of medicine. It is a natural system of medicine. It is a natural system of medicine originated in India. Originated in India more than 3,000 years ago. More than 3,000 years ago. Okay. Second point, according to Ayurveda, 3,000 ആണോ? 3,000 years ago. 3000 വർഷങ്ങൾക്ക് മുമ്പ്. More than 3,000 years ago. The second point, according to Ayurveda, everything is EVERYTHING. Everything is composed of earth, comma, space, 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 comma, air, composed of earth, space, air, fire, 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 and water. Everything is composed of earth, space, air, fire, and water. ഇതിന് എന്താ പറയുന്നേ? It is called Panchamahabhutas. It is called Panchamahabhutas. PANCHAMAHBHOOTHAS. Panchamahabhutas. പഞ്ചഭൂതം സ്പെല്ലിംഗ് ഒന്ന് അയച്ചു തരാവോ കമന്റില്? PANCHAMAHBHOOTHAS.
PAS, Pancha Mahabhutas. Next point, they exist, EXIST, exist in human body. They exist in human body. They exist in human body in combined form, COMBINED. Combined form like Vata, VATHA, Vata. Combined Combined form, FOR, combined form like ഇത് മൂന്നും combined ഫോമിലാണ് കാണപ്പെടുന്നത്. Combined form like Vata, PATHA, Vata, Pitta, PITHA, Pitta, Kapha, KABHA, KABHA. They exist in human body in combined form like Vata, Pitta, Kapha. Next point. They are in Next sentence ആണ് ഇത്. in harmony with each other. Harmony, HARMONY. മാം ഇത് നെക്സ്റ്റ് സെന്റൻസ് ആണ് പോയിന്റ് ആണ്. Next ഇതായി പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ഓക്കെ. They are in harmony with each other. അതെ, നമ്മൾ ഒറ്റ ഇതായിട്ടാണ് കാണുന്നത്. They are in harmony with each other, but in human body, one of them is dominating. DOMINATING. One of them is dominating and is called as disease. One of them is dominating and is called as disease. DISEASE, disease. ഏതെങ്കിലും ഒന്ന് ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആയുർവേദം എന്താ പറഞ്ഞത്? നമ്മുടെ സർവ്വചരാചരങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ആയുർവേദത്തിന്റെ തത്വം. ഈ വസ്തുക്കൾ കൊണ്ട് ആണ് ആയുർവേദത്തില് ട്രീറ്റ്മെന്റും പറഞ്ഞിരിക്കുന്നത്. ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യ ശരീരത്തില് 3 ദോഷങ്ങളാണുള്ളത്: വാതം, പിത്തം, കഫം. വാത, പിത്തം, കഫം. അപ്പൊ ഇതിന്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, കൂടിക്കഴിഞ്ഞാൽ അതാണ് ആയുർവേദത്തില് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാവോ? സെക്കൻഡ് പോയിന്റ് അക്കോർഡിംഗ് ടു അതായത് അക്കോർഡിംഗ് ടു ആയുർവേദ, everything is composed of earth, space, air, fire and water. It is called Panchamahabhutas. Okay. Panchamahabhutas. 3000 വർഷാണോ 5000 വർഷാണോ? 3000 years ago. അശ്വതി മിസ് പറഞ്ഞു തന്നപ്പോ 5000 വർഷം എന്നാണല്ലോ പറഞ്ഞത്. അതിനകത്ത് അങ്ങനെയാണ് പറഞ്ഞത്. ചിലപ്പോ സെർച്ച് ചെയ്യുമ്പോ ഗൂഗിളിൽ ചിലപ്പോ പല ഇതായിട്ടായിരിക്കും കാണിക്കുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, Panchamahabhutas. They exist in human body in combined form like Vata, Pitta, Kapha. They exist in human body in combined form like Vata, Pitta, Kapha. They are in human body in combined form like Vata, Pitta, Kapha. Okay. ക്ലാസ് കഴിയുമ്പോ ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തു
എഴുതുക കേട്ടോ. ഇത് എക്സാമിന് ഇതായിട്ട് ചോദിക്കില്ല, മനസ്സിലാവാൻ വേണ്ടി രണ്ടെണ്ണം തന്നുള്ളൂ. ഇനി നോക്കി നമ്മളപ്പോ അങ്ങനെ അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത് ചാപ്റ്റർ എടുത്തത്. അപ്പൊ ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്ന ആരാ? ഫാദർ ഓഫ് യുനാനി. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് 17th സെഞ്ചുറിയിലേക്കാണ്. 17th സെഞ്ചുറി. ഓക്കെ, 17th സെഞ്ചുറി. Modern system of medicine by arrival Christian missionaries in South India. Okay, modern system of medicine by arrival Christian missionaries in South India. South India ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു പുതിയ ഒരു മോഡേൺ സിസ്റ്റം, ഒരു മോഡേൺ സമ്പ്രദായം നിലവിൽ വന്നു. അതാണ് മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു പുതിയ ഒരു മോഡേൺ സിസ്റ്റം, മോഡേൺ സമ്പ്രദായം നിലവിൽ വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഇൻ ചെന്നൈ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ സോൾജേഴ്സ് ഇൻ 1664 ഈസ് അറ്റ് ഡാഷ്. ഡോമിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരെണ്ണം മറ്റതിനേക്കാൾ കൂടി നിൽക്കുകയാണെങ്കിൽ അതാണ് ഡോമിനേറ്റ് ചെയ്യുക. ഒരെണ്ണത്തിന് അടിച്ചമർത്തി ഒരെണ്ണം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ആണ് ഡോമിനേറ്റിംഗ് എന്ന് പറയുന്നത്. അതില് മൂന്നെണ്ണത്തിലും ഏതെങ്കിലും ഒരെണ്ണത്തിന് കൂടി കഴിഞ്ഞാൽ അതാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഇൻ ചെന്നൈയിൽ. ചെന്നൈയില് 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റല് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫോർ ഇറ്റ്സ് സോൾജേഴ്സ്. ആർക്ക് വേണ്ടിയാ? സോൾജേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664. ഓക്കെ, ഇൻ ചെന്നൈ ഫോർ ഇറ്റ്സ് സോൾജേഴ്സ്. സോൾജേഴ്സിന് വേണ്ടിയിട്ട് 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഇൻ 1668 ഫോർ സിവിലിയൻസ്. സിവിലിയൻസിന് വേണ്ടിയിട്ട്. സിവിലിയൻസ് എന്ന് പറഞ്ഞ ആരാ? സിവിലിയൻസ് പൗരന്മാർ, സാധാരണക്കാര്, സാധാരണ ജനങ്ങൾക്ക്, പൗരന്മാർക്കൊക്കെ വേണ്ടിയിട്ട് 1668 ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് രണ്ടും ചെന്നൈ തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഇൻ ചെന്നൈ for its soldiers and 1668 for civilians. സിവിലിയൻസിന് വേണ്ടിയിട്ട് 1668 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th and early 19th century. 18th 19th സെഞ്ചുറിയിൽ അതിന് സമാനമായിട്ട് സുസ്ഥിരമായിട്ടുള്ള ഒരു ഗ്രോത്ത്, വളർച്ച വന്നു. ഓക്കെ, 18th and early 19th സെഞ്ചുറിയിൽ അതിന് സമാനമായിട്ടുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച നിലവിൽ വന്നു, വളർച്ച വന്നു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835. ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം, ഇയർ വേണമെങ്കിൽ ചോദിക്കാം. ദ ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട. ഏത് ഇയർ? 1835. 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ വന്നു. മുംബൈ ഇൻ 1845. 1845 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നു. ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ടയിൽ എന്നാ ഇയർ ഏതാ നോക്കിയേ? 1835. മുംബൈയില് 1845. 1850 ചെന്നൈയിലും ഫസ്റ്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. ഇനി നോക്കിയേ, ഇൻ 1885 1885 ആയപ്പോഴത്തേക്കും 1215 hospitals and dispensaries only reaching 10% of population. Okay, okay. In 1885 1215 hospitals and dispensaries. Dispensaries എന്ന് വെച്ചാൽ ഔഷധശാലകൾ. Only reaching 10% of
പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ 1885 ആയപ്പോഴത്തേക്കും 1215 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. ഇത്രയും കാര്യങ്ങളാണ് 17th സെഞ്ചുറിയിൽ തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഇയർ ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെന്നൈ 1664 എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെന്നൈയില് ഫോർ ആർക്ക് വേണ്ടിയാ, സോൾജേഴ്സിന് വേണ്ടിയിട്ട്, സിവിലിയൻസിന് വേണ്ടി 1668 ചെന്നൈയിലും ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ കാര്യം നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. അപ്പോ 1885 ആയപ്പോഴത്തേക്കും എങ്ങനെയാ 1215 ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് നിലവിൽ വന്നു. അതെങ്ങനെ only reaching 10% ഓഫ് ദ പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ആ റേഷ്യൂസ് ഒന്ന് തന്നേക്കുന്നു എന്നുള്ളൂ. നമുക്ക് ഇതിപ്പോ ഇതിനകത്ത് തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒക്കെ നമുക്ക് വായിച്ച് പോകാം. ഓക്കെ, എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയില് ഹോസ്പിറ്റൽസിന്റെ ആവിർഭാവം. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4000 ഉണ്ടോ? അപ്പൊ ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 4000 പോപ്പുലേഷന് ഒരു ബെഡ്, അതാണ്. ഓക്കെ, ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4000. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 1:6300. അപ്പൊ ഒരു ഡോക്ടർ പോപ്പുലേഷൻ എത്രയാ? 6300 പോപ്പുലേഷന് ഒരു ഡോക്ടർ. ആ റേഷ്യോ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ 1:40,000 ഉണ്ടോ? നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ 1:40,000. Disparities in facilities in urban and rural. Disparity എന്ന് വെച്ചാൽ എന്താ? Disparity. It is the meaning disparity. വ്യത്യാസം. ഫെസിലിറ്റീസില്, നമ്മുടെ സൗകര്യങ്ങളില് അർബൻ റൂറൽ ഏരിയയില് വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഡിസ്പാരിറ്റീസ് ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ. അർബൻ ഏരിയ എവിടെയാ? അർബൻ എന്ന് പറഞ്ഞേക്കാം നഗരപ്രദേശം, റൂറൽ ഗ്രാമപ്രദേശങ്ങൾ. അപ്പൊ നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഉള്ള ഫെസിലിറ്റീസില് വ്യത്യാസം ഉണ്ടായിരുന്നു. സിൻസ് പാസ്റ്റ് 15 years, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് നോക്കിയേ, കൺസെപ്റ്റ് ഓഫ് ടുഡേയ്സ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ വേഗം നോട്ട്ബുക്ക് എടുത്ത്, നോട്ട്ബുക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇതിനകത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് എഴുതിക്കോ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോ തരാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ ക്ലാസ്സിലും തരുമ്പോ നമുക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇന്ന് മുതൽ പുതിയ ബാച്ചുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈം ടേബിൾ അതാണ്. നിങ്ങൾക്ക് ഇതുവരെ ടൈം ടേബിൾ തന്നിട്ടില്ലല്ലോ, കിട്ടിയില്ല. കുറച്ച് ടീച്ചേഴ്സും പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ടൈം ടേബിൾ ഒന്ന് സെറ്റ് ആവണേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തത്. അപ്പോ എന്തായാലും നമുക്ക് ആഴ്ചയിൽ 1 hour മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ പ്രത്യേകം നോക്കുക. ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇനി അധികം അടുത്ത ആഴ്ചത്തേക്ക് വെക്കരുത്. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ മറന്നു പോകരുത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് മുതൽ ഹോസ്പിറ്റലുമായിട്ട് ബേസ് ചെയ്തിട്ട് റെഗുലറായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇനിയിപ്പോ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇന്ന് തന്നെ എല്ലാവരും നമ്മൾ അന്നന്ന് ക്ലാസ്സിൽ എടുക്കുന്നത് റീഡ് ചെയ്ത് വെക്കുക. മിക്കവാറും നമ്മളിങ്ങനെ ടീച്ചേഴ്സ് കൂടുതലാവുന്നതിനനുസരിച്ച് നമുക്ക് 1 hour ഒക്കെ ആഴ്ചയിൽ ഒരു ക്ലാസ്സിലേക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് അന്നന്ന് പഠിപ്പിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ പഠിക്കും, എങ്കിലും ഒന്നുകൂടി ഇന്നൊക്കെ ശ്രദ്ധിച്ചൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി. ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുന്നതേ. അപ്പം മുട്ടൊക്കെ എന്ത് ചെയ്യും? എന്താണ് ആശ പറഞ്ഞേ? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആശയ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും ക്ലാസ്സുകൾ. അപ്പൊ അത് എടുത്ത് കാണുക കേട്ടോ.
ഇപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു ഇന്നത്തോടുകൂടി. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു. സെക്കൻഡ് വൺ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അത് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആകും. ഇനിയിപ്പോ അടുത്തത് മുതൽ കുഴപ്പമില്ല, റെഗുലറായിട്ട് കയറാം. അപ്പൊ ആ 2 ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വാർഷിക സമയം കിട്ടുന്നതിനനുസരിച്ച് ജസ്റ്റ് ക്ലാസ്സിൽ കയറി കാണും. ഇതിപ്പോ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനുള്ളതൊന്നുമില്ല. ഈ 2 ചാപ്റ്റർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി അല്ലേ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലാസ് കയറി കാണാൻ വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ദ ഹോസ്പിറ്റൽസ്, ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ HOSTELS, ഹോസ്റ്റൽസ്, hotel HOTELS, hotels, and hospice HOSPICE, hospice are. മാം ഒന്നുകൂടെ പറയൂ ഫസ്റ്റ് സെന്റൻസ് നമ്മുടെ ഇൻട്രൊഡക്ഷനിലെ ഫസ്റ്റ് സെന്റൻസ്. നിങ്ങളുടെ അതിൽ നോട്ട്, പ്രിന്റഡ് നോട്ട് ഉള്ളവര് അത് എടുത്ത് വെച്ചിട്ടൊന്ന് എഴുതുക. അപ്പൊ നമുക്ക് വേഗം എഴുതാനും പറ്റും. ഓക്കെ, ദ ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പിസ് ആർ derived from derived from Latin word dash. Derived from Latin word dash. ഈ വേർഡ്സ് ഒക്കെ ഡിറൈവ് ചെയ്തേക്കുന്ന ഏത് വേർഡിൽ നിന്നാ? ഹോസ്പസ്. ഹോസ്പസ്. വെരി ഗുഡ്, ഹോസ്പസ്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഹോസ്പസ് HOSPES, ഹോസ്പസ് HOSPES. Next one, second question. എന്ത് പറയാനാ റംസിയ? മാം ഒന്നുകൂടെ പറയൂ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പിസ് HOSPICE, hospice are derived from Latin word dash. Derived from Latin word dash. ഏത് വേർഡിൽ നിന്നാന്ന് പറഞ്ഞേ? ഹോസ്പസ് HOSPES, ഹോസ്പസ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. What is the meaning of the Latin word? What is the meaning of the Latin word hospice? What is the meaning of the Latin word hospice? Screen scroll ചെയ്യണം. ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ എടുത്തിട്ടില്ല. ഇതിനകത്തായിട്ട് സെക്കൻഡ് ചാപ്റ്റർ മാത്രമാണ്. രണ്ട് ക്വസ്റ്റ്യൻ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. ബാക്കിത്തെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് നോക്കി എഴുതാം. What is the meaning of the Latin word hospice? നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ ഏതൊക്കെ മീനിങ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരാം. ടൗണിലെ അറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരാന്ന് പറഞ്ഞു. സ്ട്രേഞ്ചർ STRANGER, സ്ട്രേഞ്ചർ. ഹോസ്റ്റ് HOST, ഹോസ്റ്റ്. ഇത് 4ഉം നമ്മള് ഈ ലാറ്റിൻ വേർഡ് ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്ങുകളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിന്റെ ഓപ്ഷൻ നോക്കുക. നമ്മൾ ഈ 4 തന്നേക്കുന്നത് ഏതാണോ ഓപ്ഷനിൽ കറക്റ്റ് ഉള്ളത് അത് ഒന്നുകൂടി പറയും മാം, ഒന്നുകൂടി പറയാം. ആൻസർ ഗസ്റ്റ്, ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ VISITOR, വിസിറ്റർ, വിസിറ്റർ. അടുത്തത് സ്ട്രേഞ്ചർ STRANGER, സ്ട്രേഞ്ചർ. അടുത്തത് ഹോസ്റ്റ്. ഈ 4 മീനിങ്ങും ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ്. സ്ട്രേഞ്ചർ, ഹോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് WHO, എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡ് ഫോം. എക്സ്പാൻഡ് WHO ഷോർട്ട് ചെയ്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ.
World Health Organization. Next question. Dash are institutions. Dash are institution. Dash are institutions providing medical, MEDICAL, medical and മാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് പറയുമോ? dash are institutions providing. മാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് പറയുമോ? തേർഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇതില്ല. ഇതാണ് WHO, expand WHO. തേർഡ് ക്വസ്റ്റ്യൻ. WHO ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ വേഗം വേഗം എഴുതിക്കോ, അല്ലെങ്കിൽ ഇത് എഴുതി തീരില്ല നമ്മൾ. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്, medical and surgical treatment for any ill or injured people. Any ill or injured people. ഏതാ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഹോസ്പിറ്റൽ. Okay, hospitals. Hospitals are institutions providing medical and surgical treatment for any ill or injured, INJURED, injured people. Okay, next question. Early, ARLY, early medical treatment was always, ALWAYS, always recognized as, recognized, RECOGNIZED, recognized as medical treatment. Early medical treatment was always recognized as dash. എന്തിനെ ബേസ് ചെയ്തായിരുന്നു മെഡിക്കൽ ട്രീറ്റ്മെന്റ്? Religion. Religious service and ceremonies. Services and ceremonies. മാഡം സ്പീഡ് കൂടുന്നുണ്ട്, കുറച്ച് പറയുമോ? എഴുതാൻ പറ്റുന്നില്ല. എഴുതാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ പറ്റുന്നുണ്ട് മാം. നോട്ട് ഉള്ളവര് ആ നോട്ട് സെയിം സെന്റൻസുകളാണ് ഈ പറയുന്നത്. ഈ ടെക്സ്റ്റുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തവർക്കാണ് ഫോളോ ചെയ്യാൻ പറ്റാത്ത. ഇതിപ്പോ ഇതേപോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റത്തെ ബാച്ചിലും കൊടുത്തത് ക്വസ്റ്റ്യൻ. അവര് എത്രയാ 10-15 മിനിറ്റ് കൊണ്ട് ഇത് എഴുതി കഴിഞ്ഞു. നിങ്ങക്ക് പിന്നെ ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ച് വെച്ചാൽ നമ്മള് അതാണ് ഞാൻ പറയാ നോട്ട് എടുത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ സെന്റൻസ് നോക്കിയേ, നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിലെ ഫസ്റ്റ് സെന്റൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റിക്കഗ്നൈസ്ഡ് ആസ് റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. സെയിം സെന്റൻസ് തന്നെയാണ്, റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ആക്കുക. ഓക്കെ, സർവീസസ് ആൻഡ് സെറിമണീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who act as physician? Who act as physician? PHYSICIAN. Physician in early era. EARLY. Early era. Who act as physician in early era? ആരാണ് അവിടെ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത്? Priest. PRIESTS. Priest. എയർലി ഈറാന്നാണ്. ERA. 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 മീനിങ് എന്താ മാമിന്റെ? ആ പഴയ കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന 500 AD വരെയുള്ള ആ കാലഘട്ടം ആണ്. അതിന്റെ ഈ ക്യാപിറ്റൽ ആയിരുന്നോ? അങ്ങനെയൊന്നും വേണമെന്നില്ല. ഏർലി ഇറ.
who act as physician in early era. അപ്പൊ പണ്ട് കാലത്ത് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത് ആരാണ്? പ്രീസ്റ്റ് ആണ്. നെക്സ്റ്റ് എഴുതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where is the meeting place? Where is the meeting place of priest in early era? Where is the meeting place of priest in early era? Temple. Temples And or hospital. hospital? നമ്മുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് നോക്കുക. ടെമ്പിൾസ് ആണ് കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതുക. ഹോസ്പിറ്റൽ ആണ് എടുക്കുന്നതെങ്കിൽ അത് ഹോസ്പിറ്റൽസ്. Where is the meeting place of priest in early era? Meeting place എവിടെയാണ്? Temples or hospitals? ഇത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചോ? ആൻസർ പഠിച്ചോ? Yes, ma'am. Yes, ma'am. Yes, ma'am. Next question. Dash was the rule. Dash was the rule for the practice. Practice of doctors in Mesopotamian hospitals. The previous year ചോദിച്ചിട്ടുള്ള question ആണ്. Dash was the rule for the practice of doctors in Mesopotamian hospitals. Mesopotamian hospitals ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഏതായിരുന്നു? Hammurabi's Code. Okay, answer എഴുതാം. Hammurabi's Code. എന്താ മാം? Hammurabi's Code. സ്പെല്ലിംഗ് പറയോ? HUMMURABI'S. Hammurabi's Code. CODE. പ്രിന്റഡ് നോട്ട് കയ്യിലില്ലേ? അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തൊന്ന് കാണുന്നില്ലേ സ്ക്രീനില്? ഇതിനകത്തുണ്ടല്ലോ. ഓക്കെ, Hammurabi's Code. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. In Mesopotamian hospitals, code. In Mesopotamian hospitals, Mesopotamian ഒക്കെ ക്വസ്റ്റ്യൻ ഇത് നോക്കി എഴുതാട്ടോ. സ്പെല്ലിംഗ് അറിയില്ലാത്തവര് പ്രിന്റഡ് നോട്ട് അല്ലെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ആ സ്ക്രീൻ നോക്കി എഴുതാ നിങ്ങൾ. In Mesopotamian hospitals, first recorded prescription came from dash. First recorded prescription came from dash. Sumer. Sumer. എവിടെയാ പ്ലേസ്? എവിടെയാ? Prescription. ബാബിലോൺ. Babylon. ഒന്നും കൂടി. In Mesopotamian hospitals, first recorded prescription came from dash. സെയിം സെന്റൻസ് തന്നെയാണ്. നിങ്ങൾ ആ നോട്ടിലൊന്ന് നോക്കിയേ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേഗം എഴുതാലോ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. സ്പെല്ലിംഗ്. നെക്സ്റ്റ് എഴുതാം. SUMER. സുമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. In Greek hospitals, treatment was based on dash. In Greek hospitals, treatment was based on dash. എന്തിനെ ബേസ് ചെയ്തായിരുന്നു? Religious and Greek hospitals treatment was based on magic, religious, RELIGIOUS, religious rituals, 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 magic, religious rituals, RITUALS. Finish? Yes, ma'am. Okay, next question. Who is the father of medicine? Who is the father of medicine? Who is the Hippocrates. father? Okay, Hippocrates.
Hippocrates. Hippocrates. Hippocrates. Next question. 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ പറഞ്ഞേ? എത്രയാ നമ്പർ എത്രയാ? 11. 11. Okay, 11. Who is the father of medicine? എഴുതിയല്ലോ. Next, 12th question. 12. Who was the first FIRST, first to make, who was first to make institutional care, Who was the first to make institutional care of the sick and injured. Institutional care of the sick and injured. Who? Okay, very good. റോമക്കാരാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും വേണ്ടി എഴുതിയത്. റോമൻ. ROMAN. Next question. Which is the first incorporated hospital? സംയോജിത ആശുപത്രി. പല ഡിപ്പാർട്ട്മെന്റിനെ സംയോജിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. Which is the first incorporated hospital in America? Which is the first incorporated hospital in America? Pennsylvania Hospital. എവിടെയാ? ഏത് കൺട്രിയാ? America. Philadelphia. Pennsylvania Hospital. എന്താ മാം? America was the Pennsylvania Hospital in Philadelphia. അത് എഴുതണ്ട. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഏത് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. PENNSYLVANIA. Pennsylvania Hospital. Next one. Next question. Who is the father of surgery? Father of surgery. അതെല്ലാരും വേഗം ഓർക്കണ്ടല്ലേ? അങ്ങനെ പറഞ്ഞാലും സർജറി. Who is the father of surgery? Who is the father of surgery? Okay, Sistrudha. Next question. എന്താ ആരാ? സർജറിയുടെ ഫാദർ ആരാ ചോദിച്ചേ? അതെ. Who is the father of surgery? Sistrudha. ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു പഠിക്കാൻ എളുപ്പത്തിന് സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ്. അപ്പൊ അത് വെച്ച് ഓർത്ത് വെക്കുക. സിസ്രുതയുടെയാണോ? SUSRUTHA. സിസ്രുത. പ്രിന്റഡ് നോട്ടിലുണ്ട്. നിങ്ങളുടെ നോട്ട് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നതിലും സ്പെല്ലിംഗ് ഉണ്ട്. ഓരോ സ്പെല്ലിംഗും പറഞ്ഞ് എഴുതുമ്പോൾ ഒരുപാട് ടൈം പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുള്ളതിന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Who is the father of Ayurveda? Okay. Charaka. Who is the father of Ayurveda? അൻവർ. ഇടയ്ക്ക് വിട്ടുപോയെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എവിടെയാ എനിക്ക് എഴുതാൻ പറ്റാത്തതെന്നുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ. ചരക. CHARAKA. ചരക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What book did Charaka wrote? ഹർഷ, ഇതൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. What book did Charaka wrote? ചരക എഴുതിയ ബുക്ക് ഏതായിരുന്നു?
ചരക സംഹിത. Okay, very good. ചരക സംഹിത. ചരക സംഹിത. ചരക സംഹിത. SAMHITA സംഹിത. Okay. മാം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? What book did Charaka wrote? WROT. What ബുക്ക് കഴിഞ്ഞിട്ടുള്ള what book did Charaka wrote? Charaka എഴുതിയ ബുക്ക് ഏതാണ്? Okay. What book did Charaka wrote? Charaka Samhita. Okay. Next question. The first hospital established by the first hospital established by East India Company the first hospital established by East India Company for civilians CIVILIANS. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. Civilians in 1668 1668 is at dash. The first hospital established by East India Company for civilians in 1668 is at dash. ചെന്നൈ. Okay, Chennai. CHENNAI. Next question. The year ആ ചോദിച്ചേക്കണേ, വർഷമാണ് എഴുതാൻ പറഞ്ഞേക്കണേ. The year which first medical college established in Chennai. 1835. 1835. Calcutta. First medical college established in Chennai 1815 കൽക്കട്ടയിലാണ് 1835, മുംബൈയില് 1845. ഓക്കെ, ചെന്നൈയില് 1850. The first medical college in Chennai 1850. 1850. ആശയുടെ മ്യൂട്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മ്യൂട്ട് മാറി കിടക്കുമ്പോഴാണ് നമുക്ക് ക്ലാസ് ക്ലിയർ അല്ലാത്തത്, നമുക്കൊരു ഡിസ്റ്റർബൻസ് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് ജസ്റ്റ് പറഞ്ഞപ്പോ തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കുക. ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. The year which the first medical college established in Chennai. ചെന്നൈയിലെ ഇയർ ഏതാ? 1850. ഓക്കെ, 1850. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. In which period the Unani medicine, UNANI, in which period the Unani medicine has been introduced? In which period the Unani medicine has been introduced? Akbar's period. Next question. In which period the Unani medicine has been introduced? Akbar's period. Next question എഴുതാം. Who is the father of Unani medicine? Who is the father of Unani medicine? Hippocrates.
യുനാനി Hippocrates. ഓക്കെ. Last question. In which period in which period military and the slave hospitals existed? In which period the military and the slave hospitals existed? EXISTED ഏത് പീരീഡിലായിരുന്നു? Roman. Roman period. Okay. Roman period. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഒന്നുകൂടി പറയോ? ഏതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഇത് പറഞ്ഞു കൊടുത്ത ആരെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ? In which period military and the slave hospital existed? In which period military and the slave hospitals existed? Military and the slave hospitals existed. ഏത് പീരീഡിലാ? Roman period. Roman period. Okay. ഇനി നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിക്കുക. അതുകൂടാതെ നിങ്ങളുടെ പ്രിന്റഡ് നോട്ട്, അതാണ് നമ്മുടെ പെയിൻ എന്ന് പറഞ്ഞ സാധനം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ നോട്ട് അതുകൂടി നിങ്ങളൊന്ന് വായിക്കണം. ഓക്കെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആൻസർ നിങ്ങൾ എഴുതിയപ്പോൾ തന്നെ ആൻസർ പറഞ്ഞായിരുന്നു. ഓക്കെ. അതുപോലെ നിങ്ങൾ പഠിച്ചു. ക്വസ്റ്റ്യൻ ഏതാ ഇവര് പറഞ്ഞുതരും. ഫാദർ ഓഫ് യുനാനി. ഫാദർ ഓഫ് യുനാനി. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ. പെട്ടെന്നൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചാപ്റ്റർ 18 ആണ്, ബ്ലഡ് ബാങ്ക്. നിങ്ങളുടെ നോട്ടിൽ 20 ആയിരിക്കും കിടക്കുന്നത്, പ്രിന്റഡ് നോട്ടിൽ. നിങ്ങൾ അത് നോക്കണ്ട. ചാപ്റ്ററിന്റെ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നോക്കാം. ചാപ്റ്ററിന്റെ പേര് ബ്ലഡ് ബാങ്ക്. നമ്മള് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ സംഭവം? ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആരെങ്കിലൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ കൂട്ടത്തില്? ആരെങ്കിലൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവര് ഇല്ല, ആരും ഡൊണേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടല്ലേ? അജിത്താണോ? എങ്ങനെയാ കൊടുക്കാറുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പൊ അപ്പന് സർജറിക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അച്ഛന് സർജറിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പാപ്പന്. പിന്നീട് അങ്ങനെ വേറെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെ പാർട്ടിയുടെ ഇതിലൊക്കെ ചോദിക്കലുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല വേറെ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് ബ്ലഡ് ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുന്നത്. ചാപ്റ്റർ 18 ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു ഞാൻ നിർത്താം. ടീച്ചറോട് വെയിറ്റിംഗ് ആണ്. അശ്വതി ടീച്ചർ വന്ന് നിൽക്കുന്നുണ്ട്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് ഡോണറിന്റെ അടുത്തുനിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്ന പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക്. ഓക്കെ. നമ്മള് ഈ ഡോണറിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ആ ബ്ലഡ് ബാങ്കിലേക്ക് അത് മാറ്റിയിട്ട് അവിടെ ഒരു ആന്റി കൊയാഗുലന്റ്, ബ്ലഡ് കട്ടയാവാതെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മളെ PDF ഇല്ല. PDF നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? 20ാമത്തെ ചാപ്റ്റർ 20ാമത്തെ ചാപ്റ്ററാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നത് നിങ്ങളുടെ കയ്യില്.
ഓക്കെ. ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു നിർത്താന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പൊ നിങ്ങൾ നോട്ട് പ്രിന്റ് എടുക്കണവര്, അതാ ഞാൻ നേരത്തെ പറയുന്നത്, അടുത്ത ചാപ്റ്റർ ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു തോന്നുന്നത്, നമ്മുടെ ക്ലാസ് തീർന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ബ്ലഡ് ബാങ്ക്. അപ്പൊ പ്രിന്റ് എടുക്കാനുള്ളവരൊക്കെ പ്രിന്റ് എടുത്ത് റെഡി ആയിരുന്നു. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ് Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ആരെങ്കിലും ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സെൻഡ് ചെയ്യണേ. ഇടയ്ക്ക് വിട്ടുപോയി, പിന്നെ ക്ലാസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കണ്ടല്ലോ വിചാരിച്ച് ചോദിക്കാതിരുന്നതാ.